എന്നെ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് കൊണ്ടുവന്ന സമയത്ത് അന്നേരം ഞങ്ങൾ പറയായിരുന്നു, ചേട്ടായിട്ട് പറയായിരുന്നു, ബോംബെക്ക് ഇവരന്ന് ബോംബെക്കൊക്കെ കൂടുതൽ പോകുന്നത്. അപ്പോൾ ഞങ്ങളെ ബോംബെക്ക് ലോറിയെ കൊണ്ടുപോകണമെന്ന് പറയുന്നത്. അപ്പോൾ അമ്മ പറയും, എന്നോട് പറയും, നീ ആദ്യം പോകുന്നെങ്കിൽ എന്നെയും കൂടെ കൊണ്ടുപോകണം എന്ന് പറയായിരുന്നു. അമ്മനെ കൊണ്ടുപോയിട്ടുണ്ട്. അമ്മ ഒരു ട്രിപ്പ് ബോംബെക്ക് ഒരു ട്രിപ്പ് വന്നു. അത് അന്ന് 10 ദിവസം കൊണ്ട് പോയിട്ട് വന്നു. പിന്നെ ഒരു ട്രിപ്പ് ഹരിദ്വാർ പോയി. ഹരിദ്വാർ വന്നു. 22 ദിവസം ഹരിദ്വാർ വരെ ലോറിയെ പോയി. അവിടെ സ്ഥലങ്ങളെല്ലാം പോയി കണ്ടു. അത് തിരിച്ച് അതേപോലെ തന്നെയാണ്. അപ്പൊ അമ്മയും പോയിട്ടുണ്ട് ട്രാവലിൽ. ഇതുപോലെ തന്നെ നമ്മൾ ഈ ലോഡ് എടുക്കാനൊക്കെ പോയില്ലേ ചേച്ചി? ലോഡ് എടുക്കാനൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാർ പൊതുവെ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ നമ്മൾ ഈ ഒരു മേഖലയിൽ ഭയങ്കര കുറവാണ്. അങ്ങനെ മീൻസ് അവർക്ക് വരാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര കുറവാണ്. അപ്പൊ അങ്ങനെ ചേച്ചീനെ കാണുന്ന സമയത്ത് ആൾക്കാർ എക്സൈറ്റഡ് ആയിട്ടുണ്ടോ ലോഡ് എടുക്കാൻ പോകുമ്പോ? ആ ഒരു സ്ത്രീ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ? മിക്ക എല്ലാ ആൾക്കാർക്കും ഉണ്ടല്ലേ? അപ്പൊ അവരെന്താ വന്ന് പറയാറ്? എന്തെങ്കിലും സംസാരിക്കാറുണ്ടോ? സംസാരിക്കാറൊക്കെ ഉണ്ട്. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ സ്ത്രീകൾ എവിടെ വെച്ച് വഴിയിൽ ഇപ്പൊ ടോളിലൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ കണ്ടാലും നല്ല ബസ്സിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണുന്നവരെല്ലാം നല്ല ഇതാണ്. അത് എല്ലായിടത്തും എന്നാലും അതെ, എല്ലായിടത്തും അങ്ങനെയാണ്. ചേച്ചിക്ക് ഈ ചെറിയ വണ്ടി ഓടിക്കാനാണോ അല്ലെങ്കിൽ വലിയ വലിയ വണ്ടികൾ ഓടിക്കാനാണ് ഇഷ്ടം? അതെ, എനിക്ക് ഇപ്പം പറഞ്ഞ വലിയ വണ്ടി ഓടിക്കാനാണ് ഇഷ്ടം. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കുറെ കണ്ടിന്യൂസ് ചെയ്ത് തന്നെ ഓടിക്കുന്നത്. കാർ ഓടിക്കാറേ ഇല്ല അങ്ങനെ. ഇപ്പം ഈ ട്രിപ്പ് ഞങ്ങള് ഗുജറാത്ത് പോയിട്ട് വന്ന ട്രിപ്പ് വോൾവോ ഒരു ബസ് ഓടിച്ചു, മൾട്ടി ആക്സിൽ പൂനെ വെച്ചിട്ട്. അത് ഭയങ്കര നല്ല ഒരു അനുഭവമായിരുന്നു. ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നി. ഭയങ്കരമായിട്ട് അത്രയും വലിയ വണ്ടിയാണേലും കൂളായിട്ടേ ചെറിയൊരു കാർ ഓടിക്കുന്ന പോലെ ഓടിക്കാം. ഇപ്പൊ ഈ 2 മാസം പിള്ളേർക്ക് അവധിയില്ലായിരുന്നു. അതിൽ മൂത്ത മോള് 46 ദിവസം ലോറിയിലുണ്ടായിരുന്നു. 15 സംസ്ഥാനങ്ങളിൽ പോയി. മൂത്ത മോളും പിന്നെ അനിയന്റെ കുഞ്ഞിക്കളിന്ന് വന്ന 9 വയസ്സുള്ള മോള് ഞങ്ങളുടെ 2 ട്രിപ്പ് 46 ദിവസം 2 ട്രിപ്പ്. ഒരു ട്രിപ്പ് ലക്നൗ പോയിട്ട് വന്നു, രണ്ടാമത്തെ ട്രിപ്പ് ഷില്ലോങ് പോയി. അപ്പൊ ഈ 46 ദിവസത്തിനിടയ്ക്ക് 15 സംസ്ഥാനങ്ങളിൽ കൂടെ പോയി. ഫുഡൊക്കെ വെച്ച് കഴിച്ച് നല്ല ഇതായിരുന്നു. എല്ലാരും ഭയങ്കര സപ്പോർട്ടീവ് ആണല്ലേ? ഞാൻ കമന്റ്സ് ഒക്കെ കണ്ടായിരുന്നു. മീൻസ് കുറെ ട്രാവൽസ് ചെയ്യാൻ അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാരും ഞങ്ങളൊരു ഫാമിലി പോലെ തന്നെ തോന്നുന്നു. ഇപ്പം പലരും നമ്മളെ എവിടെ വെച്ച് കണ്ടാലും അവരുടെ ഒരു ഫാമിലിയിൽ ഒരാളെ പോലെ തന്നെ ഉള്ളു, അല്ലാതെ ഒരു വ്യത്യാസമേ ഇല്ല. ഞങ്ങൾക്കും ഇപ്പൊ അങ്ങനെ തന്നെയാണ്. ഭയങ്കര സന്തോഷം. ചേച്ചിക്കാണോ ചേട്ടനാണോ ഫാൻസ് കൂടുതൽ? അത് ഞാൻ നോക്കിയിട്ടില്ല. ഇപ്പൊ ഞാൻ ആ വീഡിയോക്കകത്ത് അതില്ല, ഞാനാണല്ലോ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നാലും പിന്നെ ചേട്ടായിക്ക് ഫാൻസ് ഉണ്ട് ഇഷ്ടം പോലെ. ചേട്ടായുടെ സപ്പോർട്ട് ഇല്ലാതെ എന്നെ കൊണ്ട് ഇത് പറ്റില്ല. നമ്മളെ ഈ ഒരു കോട്ടയം ഭാഗത്തുള്ള മെയിൻ വിളിയാണ് ചേട്ടായി ചേട്ടായി എന്നുള്ളത്. ചേച്ചി വീഡിയോസിൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന അങ്ങനെയാണല്ലോ. അപ്പൊ ഈ ചേട്ടായി ചേട്ടായി എന്ന് കുറെ കമന്റ്സിൽ താഴെ ഇങ്ങനെ കാണാം. ചേച്ചി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ചേട്ടായിക്ക് ഭയങ്കര ഫാൻസ് അല്ല, ഇപ്പൊ എന്റെ മാത്രം ചേട്ടായി അല്ലേ, എല്ലാവരും ഫുൾ ചേട്ടായി.